എമ്പുരാൻ സിനിമയുടെ പേരിൽ പൃഥ്വിരാജിനെതിരെ കടുത്ത നിലപാടുമായി ആർഎസ്എസ്. പൃഥ്വിരാജ് ഹിന്ദു വിരുദ്ധനെന്ന ഓർഗനൈസറിൽ ലേഖനം. മോഹൻലാലിനെ തകർക്കാനുള്ള ഇടത് ജിഹാദി ഗൂഢാലോചനയെന്ന് ആർഎസ്എസ് നേതാവ് എ ജയകുമാർ. പൃഥ്വിരാജിന്റെ വിദേശ ബന്ധം അന്വേഷിക്കണമെന്ന് യുവമോർച്ച ജനറൽ സെക്രട്ടറി കെ ഗണേഷ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ മുന്നണികൾ. മെയ്യിൽ ഉപതെരഞ്ഞെടുപ്പുണ്ടാകും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം വൈകില്ല. കേരള സർവകലാശാലയിലെ MBA പരീക്ഷയുടെ ഉത്തരക്കടലാസുകൾ കാണാനില്ല. നഷ്ടപ്പെട്ടത് മൂല്യനിർണ്ണയത്തിന് ഏൽപ്പിച്ച അധ്യാപകന്റെ കയ്യിൽ നിന്ന്. 1 വർഷം മുൻപ് നടത്തിയ പരീക്ഷ വീണ്ടും എഴുതാൻ വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശം. സർക്കാരിന്റെ ഉറപ്പ് വിശ്വസിച്ച് അംഗൻവാടി ജീവനക്കാർ സമരം അവസാനിപ്പിച്ചു. ആവശ്യങ്ങൾ 3 മാസത്തിനകം പരിഗണിക്കാമെന്ന ധാരണ. 48ാം നാളിലും അവസാനിക്കാതെ ആശമാരുടെ സമരം. തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുടി മുറിച്ച് പ്രതിഷേധിക്കും. INTUC നിലപാട് തള്ളി KC വേണുഗോപാൽ. കരുനാഗപ്പള്ളി കൊട്ടേഷൻ കൊലപാതകത്തിന് പിന്നിൽ CPM ബന്ധവും. കൊട്ടേഷൻ കൊടുത്തയാളും CPM മുൻ ജില്ലാ കമ്മിറ്റി അംഗവും ഒന്നിച്ചു നിൽക്കുന്ന ചിത്രം പുറത്ത്. സന്തോഷിനെ വീട്ടിൽ കയറി കൊന്നിട്ട് 2 നാളായിട്ടും പ്രതികളെ കണ്ടെത്താതെ പോലീസ്. IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ സുഹൃത്തിനെതിരെ പെൺകുട്ടിയുടെ അച്ഛന്റെ പരാതി. മകളുടെ പണം മുഴുവൻ കൈക്കലാക്കിയെന്ന ആക്ഷേപം. മരിക്കുമ്പോൾ മകളുടെ അക്കൗണ്ടിൽ ഭക്ഷണം കഴിക്കാനുള്ള പണം പോലും ഇല്ലായിരുന്നുവെന്നും അച്ഛൻ. എമ്പുരാൻ സിനിമയ്ക്കും അണിയറ പ്രവർത്തകർക്കുമെതിരെ കടുത്ത നീക്കവുമായി BJP സംഘപരിവാർ കേന്ദ്രങ്ങൾ. പൃഥ്വിരാജിന്റെ വിദേശ ബന്ധം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച നേതാവും മോഹൻലാലിന്റെ ലഫ്റ്റനന്റ് കേണൽ പദവി തിരികെ എടുക്കണം എന്നാവശ്യപ്പെട്ട് BJP നേതാവും രംഗത്തെത്തിയിട്ടുണ്ട്. വിവാദത്തിൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. പാർട്ടി നേതൃത്വം ഔദ്യോഗിക നിലപാടെടുത്തിട്ടില്ല എന്ന് പറയുമ്പോഴും BJP സംഘപരിവാർ നേതാക്കൾ എമ്പുരാൻ സിനിമയ്ക്കും അണിയറ പ്രവർത്തകർക്കുമെതിരെ കടുത്ത നിലപാടിലാണ്. പൃഥ്വിരാജിന്റെ വിദേശബന്ധം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച നേതാവ് രംഗത്തു വന്നു. ആടുജീവിതം സിനിമയുടെ സമയത്ത് ജോർദാനിൽ തങ്ങിയ പൃഥ്വിരാജ് ആരൊക്കെയുമായി ബന്ധപ്പെട്ടെന്ന് അന്വേഷിക്കണം. ഇക്കാലത്ത് നടന് IS സ്വാധീനമുണ്ടായെന്നുമുള്ള കടുത്ത ആരോപണമാണ് യുവമോർച്ച നേതാവ് ഗണേഷ് ആരോപിച്ചത്. സിനിമയ്ക്കായി മുടക്കിയ പണത്തിന്റെ സോഴ്സ് അന്വേഷിക്കണമെന്നാണ് BJP നേതാവ് രഘുനാഥ് ആവശ്യപ്പെട്ടത്. മോഹൻലാലിനെതിരെ ഇതുവരെ മൃദു സമീപനമെങ്കിൽ ഇപ്പോൾ നിലപാട് കടുപ്പിക്കുന്നു. രാജ്യവിരുദ്ധ സിനിമയുടെ ഭാഗമായ മോഹൻലാലിന്റെ ലഫ്റ്റനന്റ് കേണൽ പദവി തിരികെ എടുക്കണം. മോഹൻലാലിനെ പോലെയുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ നമ്മുടെ സേനയുടെ ഭാഗമായി നിൽക്കുന്ന ഒരാൾക്ക് ഇന്ത്യ ഗവൺമെന്റിനെതിരെയും ഇന്ത്യയുടെ മന്ത്രിമാർക്കെതിരെയും ഇന്ത്യയുടെ ഭരണകൂടത്തിനെതിരെയും ഇതുപോലെയുള്ള സിനിമ വരുമ്പോൾ അതൊരു 2 തവണ അദ്ദേഹം ആലോചിക്കണം. BJP അനുഭാവിയും സംവിധായകനുമായ മേജർ രവി ഈ വാദം തള്ളി. ഭരണകൂടത്തെ അവഹേളിക്കുന്ന എന്തെങ്കിലും ഡയലോഗ് മോഹൻലാൽ പറഞ്ഞിട്ടുണ്ടോ? ഈ ലഫ്റ്റനന്റ് കേണൽ പദവിയുടെ പിറകിൽ നിങ്ങൾ പോകുന്നത് അത് മഹാശുദ്ധ വിഡ്ഢിത്തരം. ഈ ലഫ്റ്റനന്റ് കേണൽ പദവി എന്ന് പറഞ്ഞാൽ ആർമി കൊടുത്തിരിക്കുന്ന ഒരു ഓണററി പദവിയാണ്. വിവാദ പരാമർശമുണ്ടെന്ന് സംഘപരിവാർ ആരോപിക്കുന്ന സിനിമയ്ക്ക് പാർട്ടി നോമിനികൾ തന്നെ ഉൾപ്പെടുന്ന സെൻസർ ബോർഡ് അനുമതി നൽകിയതും വിവാദത്തിലാണ്. സെൻസർ ബോർഡ് അംഗങ്ങൾക്കെതിരെ പാർട്ടി നടപടി ഉണ്ടാകുമെന്നാണ് BJP കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. RSS മുഖപത്രമായ ഓർഗനൈസറിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലും എമ്പുരാൻ സിനിമയെ വിമർശിക്കുന്നു. ഹിന്ദു വിരുദ്ധത പങ്കുവയ്ക്കുന്ന സിനിമയെന്നാണ് ആക്ഷേപം. വിവാദം കൊഴുക്കുമ്പോഴും സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. നിലപാട് സ്വീകരിക്കുകയാണ് RSS. കൂടുതൽ വിവരങ്ങളുമായി TG സജിത്ത് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. സജിത്ത്, BJP പക്ഷേ ഇക്കാര്യത്തിൽ വിട്ടുനിൽക്കുകയാണ്, വിമർശനം ഉന്നയിക്കുന്നില്ല. പക്ഷേ BJP നേതാക്കൾ ഒളിഞ്ഞും തെളിഞ്ഞും എമ്പുരാൻ സിനിമയ്ക്കെതിരെ ഉണ്ട്. പക്ഷേ RSS സജീവമായി തന്നെ രംഗത്ത് നിൽക്കുകയാണല്ലോ. അവിടെ പൃഥ്വിരാജിനെ പ്രതിക്കൂട്ടിലാക്കുന്ന നിലപാടാണല്ലോ RSSന്റെ പ്രവർത്തകരുടെയും അതുപോലെ തന്നെ RSS ലേഖനങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മോഹൻലാലിനോട് അത്ര കടുത്ത നിലപാട് RSS സ്വീകരിക്കുന്നില്ല എന്നതും പ്രത്യേകതയാണല്ലോ. അങ്ങനെയാണ് മഞ്ജുഷ സംഭവിക്കുന്നത്. മോഹൻലാലിനോട് ഒപ്പം തന്നെ ഈ മറ്റുള്ളവരോട് മൃദു സമീപനം സ്വീകരിച്ച് പൃഥ്വിരാജിനെ കടന്നാക്രമിക്കുക, ഈ ഒരു ശൈലിയിലേക്കാണ് പൊതുവിൽ RSS നേതാക്കൾ പോകുന്നത്. അത്തരം പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നതും. പുതിയൊരു അപ്ഡേറ്റും ചില സൂചനകൾ കൂടി പുറത്തു വരുന്നത് ഈ സിനിമ റീസെൻസറിങ്ങിലേക്ക് കടക്കുകയാണോ എന്നതാണ്. ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പ്രത്യേക അധികാരം ഉപയോഗിച്ച് റീസെൻസറിങ്ങിലേക്ക് പോകുന്നു എന്നതാണ്. തിരുവനന്തപുരത്ത് അതിൻ്റെ ചില നടപടിക്രമങ്ങൾ നടക്കുന്നതായ അനൌദ്യോഗികമായ ചില റിപ്പോർട്ടുകളുണ്ട്, സ്ഥിരീകരിക്കാറായിട്ടില്ല. എങ്കിലും റീസെൻസറിങ് എന്ന നീക്കത്തിലേക്ക് കൂടി പോവുകയാണ്. കാരണം സെൻസർ ബോർഡാണ് ഈ വിഷയത്തിൽ
കാര്യത്തിൽ ഏറ്റവും പ്രതിക്കൂട്ടിലാവുന്നത്. കാരണം സെൻസർ ബോർഡിലെ നോമിനികൾ, സെൻസർ ബോർഡ് അംഗങ്ങളായി വരുന്നതെല്ലാം BJP RSS നോമിനികളാണ്. ഇവരുടെ പേര് പരാമർശിച്ച് ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചകൾ സംഘപരിവാർ കേന്ദ്രങ്ങൾ തന്നെ നടത്തുന്നുണ്ട്. ഇതിനിടയിലാണ് റീസെൻസറിംഗ് എന്ന നീക്കത്തിലേക്ക് പോകുന്നത്. വിവാദ പരാമർശമുള്ള ഭാഗങ്ങൾ മാറ്റുമോ എന്ന ചോദ്യം ഉയരുകയാണ്. ഇക്കാര്യത്തിൽ അണിയറ പ്രവർത്തകരുടെ സ്ഥിരീകരണവും ഉണ്ടായിട്ടില്ല. അങ്ങനെയെങ്കിൽ ഈ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ നടക്കാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ നീക്കമായി അത് മാറും. റീസെൻസറിംഗ് എന്ന സൂചനകൾ വരുന്നുണ്ട്, സ്ഥിരീകരണമായിട്ടില്ല. വരുന്ന മിനിറ്റുകളിൽ ഒരു പക്ഷേ നമുക്ക് കൂടുതൽ വ്യക്തതയുള്ള ഒരു ചിത്രം ഇക്കാര്യത്തിൽ നൽകാൻ കഴിഞ്ഞേക്കും. മഞ്ജുഷ്, ശരി. TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. ഈ സിനിമയുടെ ചില ഭാഗങ്ങൾ കട്ട് ചെയ്യുവാനുള്ള സാധ്യത തെളിയുകയാണ്. റീസെൻസറിംഗ് ഉണ്ടായേക്കാം എന്നുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത നിമിഷങ്ങളിൽ ഇതേക്കുറിച്ചുള്ള ഔദ്യോഗികമായ സ്ഥിരീകരണവും ഉണ്ടാകും. എമ്പുരാൻ വിവാദം കൊഴുക്കുകയാണ്. അതിനിടെ കോൺഗ്രസിൽ നിന്നൊരു പ്രതികരണം വന്നിരിക്കുകയാണ്. അതിനു മുമ്പ് BJPയുടെ പ്രതികരണം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ്റേതാണ്. സിനിമ എല്ലാവരും കാണണം. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ വില്ലനായ മോഹൻലാൽ ഈ നിലയിൽ എങ്ങനെയാണോ ഉയർന്നത് അതുപോലെ അടുത്ത തെരഞ്ഞെടുപ്പിൽ BJP ഉയർന്നു വരുമെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. രമേശ് പറഞ്ഞതാണ് പാർട്ടിയുടെ നയം. അത് സംസ്ഥാന പ്രസിഡന്റ് എൻഡോഴ്സ് ചെയ്തു. ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ മോഹൻലാല് വില്ലനായിട്ടല്ലേ വന്നത്? ഇത്രയും ഉയർത്തി വന്നത് അതിന് ശേഷമല്ലേ? നെഗറ്റീവിൽ നിന്നാണ് തുടങ്ങിയത്. നെഗറ്റീവും തുടങ്ങിയാലേ മുകളിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതിനുവേണ്ടിയുള്ളൊരു തുടക്കമാണ്. അടുത്ത നിയമസഭാ ഇലക്ഷനിൽ BJPയെ ഉയരത്തിലെത്തിക്കാൻ വേണ്ടി 2000-ന്റെ ആദ്യ വർഷങ്ങളിൽ നരേന്ദ്രമോദിയെ പറ്റി എന്താ പറഞ്ഞിട്ടിരുന്നത്? അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ ഉയരത്തിലെത്തുമായിരുന്ന നരേന്ദ്രമോദി. ഉയരങ്ങളിലേക്ക് BJP. അതിനുവേണ്ടിയുള്ളൊരു പാതയായിട്ട് എല്ലാ വീടുകളിലും എമ്പുരാനെ പറ്റി ചർച്ച ചെയ്ത് എങ്ങനെയാണോ മോഹൻലാല് മഞ്ഞിൽ വിരുന്ന പൂക്കളിൽ നിന്ന് ഈ രീതിയിലേക്ക് ഉയർന്നത്, അതേപോലെ BJP ഉയരും. എമ്പുരാൻ വിവാദം കൊഴുക്കുന്നതിനിടെ പ്രതികരണവുമായി KC വേണുഗോപാലും രംഗത്തെത്തി. സിനിമകൾ എല്ലാ കാലത്തും വർത്തമാനകാല രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നവയാണ്. അത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. തങ്ങളെ വിമർശിക്കപ്പെടുമ്പോൾ മാത്രം അസഹിഷ്ണുത കാണിക്കുന്നത് ശരിയാണോ എന്ന് BJPക്കാർ ആലോചിക്കണമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്ന സിനിമയുണ്ടായിരുന്നു, എമർജൻസി എന്ന് പറയുന്ന സിനിമയുണ്ടായിരുന്നു. ഈ സിനിമകളെല്ലാം തന്നെ കോൺഗ്രസ് പാർട്ടിയെ അധിക്ഷേപിക്കുന്നതിന്റെ പരമാവധി അധിക്ഷേപിച്ച സിനിമകളാണ്. സിനിമകൾ എല്ലാ കാലത്തും വർത്തമാനകാല രാഷ്ട്രീയം ചർച്ച ചെയ്യാറുണ്ട്. സിനിമകൾ, അതിനാണ് സിനിമകൾ ഉണ്ടാകുന്നത്. വർത്തമാനകാല രാഷ്ട്രീയം ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില പാർട്ടികൾക്ക് അനുകൂലമാവും, ചിലപ്പോൾ ചില പാർട്ടികൾക്ക് എതിരാവും. അതൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി. തങ്ങളെ വിമർശിക്കപ്പെടുമ്പോൾ മാത്രം അസഹിഷ്ണുതയോടെ കാണുന്നത് ശരിയാണോ എന്നുള്ളത് അവർ തീരുമാനിക്കണം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയും ഈ വിഷയത്തിൽ പ്രതികരിച്ചു. എന്തുകൊണ്ടാണ് മലയാളിയുടെ പൊതുബോധത്തിൽ നിന്ന് സംഘപരിവാറുകാരെ നമ്മൾ മാറ്റി നിർത്തുന്നത് എന്ന് അവർ തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. സെൻസർ ബോർഡെന്ന് പറഞ്ഞാൽ സിനിമയുമായി ബന്ധമുള്ള, സിനിമയെപ്പറ്റി ധാരണയുള്ള ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന പദവിയാണ്. അപ്പോൾ ആ പദവിയിൽ ഏതെങ്കിലും പാർട്ടി അടിമകളെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പിൻവലിക്കുകയാണ് ചെയ്യേണ്ടത്. യുവമോർച്ചയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ഗണേശിനെ ചോദ്യം ചെയ്യണം. ശ്രീ പൃഥ്വിരാജ് സുകുമാരന് ISISുമായി ബന്ധമുണ്ട് എന്നാണ്. അപ്പോൾ അത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കണമെങ്കിൽ അയാൾക്കൊരു ഇൻഫർമേഷൻ ഇവിടുന്ന് കിട്ടണമല്ലോ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി ശ്രീ ഗണേശ് എന്ന് പറയുന്ന യുവമോർച്ചയുടെ ജനറൽ സെക്രട്ടറിയെ ചോദ്യം ചെയ്യുവാൻ തയ്യാറാകണം. മറ്റു വാർത്തകളിലേക്ക്. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉടനുണ്ടാകും. 2 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപനം ഉണ്ടാകാനാണ് സാധ്യത. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപതെരഞ്ഞെടുപ്പ് നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജമാക്കാനും വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനും നടപടി സ്വീകരിക്കാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉടൻ ഉണ്ടായേക്കാമെന്ന സൂചനകൾക്കിടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവമാക്കിയിരിക്കുകയാണ് UDF. ആര്യാടൻ ഷൗക്കത്തിനും VS ജോയിക്കും പുറമെ പൊതുസമ്മതനായ പുതുമുഖ സ്ഥാനാർത്ഥിയെ പരിഗണിക്കണമെന്ന ആവശ്യവും നേതൃത്വത്തിന്റെ പരിഗണനയിലുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ PV അൻവറിന്റെ UDF പ്രവേശനത്തെക്കുറിച്ചുള്ള തീരുമാനവും ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട്. MLA സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ VS ജോയിയെ UDF സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ടത് PV അൻവർ തന്നെ. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കിടയിലും യുവ വോട്ടർമാർക്കിടയിലും സ്വാധീനമുറപ്പിക്കാൻ VS ജോയിക്ക് കഴിയുമെന്നാണ് നേതൃത്വത്തിൻ്റെയും കണക്കുകൂട്ടൽ. അതേസമയം ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ DCC അധ്യക്ഷന്മാർ മത്സരിക്കേണ്ടതില്ലെന്ന് ദേശീയ നേതൃത്വം നിലപാട് കടുപ്പിച്ചാൽ VS ജോയിയുടെ സ്ഥാനാർത്ഥിത്വം പരിങ്ങലിലാകും.
മുൻ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി കൂടിയായ ആര്യ ഡെൻ ഷൗക്കത്തിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതും ഈ സാഹചര്യമാകും. മണ്ഡലത്തിലെ പൊതുപരിപാടികളിലടക്കം ഷൗക്കത്ത് സജീവമാണെങ്കിലും DCC അധ്യക്ഷൻ കൂടിയായ VS ജോയിയുമായി നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസം ജയസാധ്യതകളെ ബാധിച്ചേക്കുമെന്ന ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അതേസമയം മണ്ഡലത്തിൽ നിർണായക സ്വാധീനമുള്ള PV അൻവറിനെ മുന്നണിയിൽ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ അടുത്ത UDF യോഗത്തിൽ തീരുമാനമുണ്ടായേക്കുമെന്നാണ് സൂചന. തൃണമൂൽ കോൺഗ്രസിനെ UDFന്റെ ഭാഗമാക്കുകയും PV അൻവറിനെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്താൽ ബംഗാൾ മുഖ്യമന്ത്രി കൂടിയായ മമതാ ബാനർജി മണ്ഡലത്തിൽ പ്രചാരണത്തിനെത്തുമെന്നും ഇത് കോൺഗ്രസ് തൃണമൂൽ അകലം ഇല്ലാതാക്കുമെന്നുമാണ് അൻവർ അനുകൂലികളുടെ വാദം. മമതയ്ക്കൊപ്പം പ്രിയങ്ക കൂടി നിലമ്പൂരിലേക്ക് പ്രചാരണത്തിനെത്തിയാൽ ദേശീയ തലത്തിലും അതിൻ്റെ പ്രതിഫലനമുണ്ടാകുമെന്നാണ് തൃണമൂൽ നേതാക്കളുടെ അവകാശവാദം. അതേസമയം അൻവറിന്റെ കൂടി പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് വനിതാ പ്രാതിനിധ്യവും മുസ്ലിം പ്രാതിനിധ്യവും ഉൾക്കൊള്ളുന്ന പുതുമുഖത്തെ മണ്ഡലത്തിലേക്ക് പരിഗണിക്കുന്ന കാര്യവും കോൺഗ്രസ് നേതൃത്വത്തിന്റെ പരിഗണനയിലുള്ളതായാണ് സൂചന. അനുകൂല രാഷ്ട്രീയ സാഹചര്യം സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി തമ്മിലടിച്ച് ഇല്ലാതാക്കരുതെന്ന പൊതുവികാരമാണ് കോൺഗ്രസ് നേതൃത്വത്തിന്. അതേസമയം നിലമ്പൂർ നിലനിർത്തേണ്ടത് ഇടതുപക്ഷത്തിന് മുൻപിൽ അനിവാര്യതയായി മാറുന്നത് PV അൻവറിന് മുൻപിൽ മുട്ടുമടക്കാതിരിക്കേണ്ടതിനു വേണ്ടിയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഉണ്ടാകുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് കാലതാമസം ഉണ്ടാകില്ലെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ, പ്രഖ്യാപിക്കട്ടെ. ഒരു സംശയമില്ല, കോൺഗ്രസ് പാർട്ടിയും UDFും വളരെ സജ്ജമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കറിയാവുന്നത് തന്നെയാണ്. അതുകൊണ്ട് അതിലൊന്നും ഒരു ബുദ്ധിമുട്ടും കാലതാമസവും ഉണ്ടാകുന്ന പ്രശ്നമേ ഇല്ല. കേരള സർവകലാശാലയിൽ MBA 3ാം സെമസ്റ്റർ പരീക്ഷയുടെ ഉത്തരക്കടലാസുകൾ കാണാതായ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. മൂല്യനിർണ്ണയത്തിന് പേപ്പർ കൊണ്ടുപോയ അധ്യാപകനിൽ നിന്നാണ് 71 ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെട്ടത്. അധ്യാപകനെതിരെ സർവകലാശാല പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പകരം പരീക്ഷ ഏപ്രിൽ 7 നടത്താൻ സിൻഡിക്കേറ്റ് തീരുമാനിച്ചു. സർവകലാശാല ആസ്ഥാനത്തേക്ക് SFIയും KSUവും പ്രതിഷേധ മാർച്ച് നടത്തി. കേരള സർവകലാശാലയ്ക്ക് നാണക്കേടായി മാറുകയാണ് MBA ഉത്തരക്കടലാസുകൾ നഷ്ടമായ സംഭവം. ഒപ്പം വിദ്യാർത്ഥികൾക്ക് ആശങ്കയും. 2024 മേയിൽ നടന്ന MBA 3ാം സെമസ്റ്റർ പ്രോജക്ട് ഫിനാൻസ് പരീക്ഷയുടെ 71 ഉത്തരക്കടലാസുകളാണ് നഷ്ടപ്പെട്ടത്. 2024 ഡിസംബർ 23-നാണ് പാലക്കാട് സ്വദേശിയും സർവകലാശാലയിലെ കരാർ ജീവനക്കാരനുമായ അധ്യാപകൻ മൂല്യനിർണ്ണയ ക്യാമ്പിൽ നിന്ന് ഉത്തരക്കടലാസുകൾ കൈപ്പറ്റിയത്. അന്നുതന്നെ സ്വദേശമായ പാലക്കാടേക്ക് പോവുകയും 2025 ജനുവരി 13-ന് രാത്രി 2 വീലറിൽ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു. അതിനിടയിലാണ് 2 വീലറിന്റെ സൈഡിൽ തൂക്കിയിട്ടിരുന്ന ബാഗും ഉത്തരക്കടലാസുകളും നഷ്ടമായതെന്ന് കാട്ടി അധ്യാപകൻ പാലക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. മൂല്യനിർണ്ണയം പൂർത്തിയാക്കിയ പേപ്പറുകൾ തിരികെ ചോദിച്ചപ്പോൾ ജനുവരി 8-ാം തീയതി നൽകാമെന്ന് ആദ്യം പറഞ്ഞെങ്കിലും 15-ാം തീയതി ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെട്ട കാര്യം അധ്യാപകൻ അറിയിക്കുകയായിരുന്നു. എന്നാൽ ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെട്ടത് എങ്ങനെയെന്നറിയില്ലെന്നായിരുന്നു അധ്യാപകന്റെ പ്രതികരണം. 14-ാം തീയതി രാത്രി തന്നെ യൂണിവേഴ്സിറ്റി പോയി. അപ്പോൾ തന്നെ ലോസ്റ്റിൻ്റെ എല്ലാ പേപ്പർ ഇതെല്ലാം കൊടുത്തിട്ട് അവർക്ക് ഓൾറെഡി സബ്മിറ്റ് ചെയ്തു. ഇൻറ്റൻഷനലി അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇതുവരെ അവർ അറിയിക്കാമെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ എക്സാമിനേഷൻ്റെ ചിലവ് വരികയാണെങ്കിൽ പറഞ്ഞു അത് ഞാൻ ഓക്കെ, ഞാനത് നോക്കാമെന്നുള്ളത്. കർശന നടപടി ഉണ്ടാകുമെന്ന് സർവകലാശാല സിൻഡിക്കേറ്റ് പറയുന്നുണ്ടെങ്കിലും ഗുരുതരമായ വീഴ്ചയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് സർവകലാശാലയ്ക്കും ഒഴിഞ്ഞുമാറാനാകില്ല. ഉത്തരക്കടലാസ് നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അടുത്ത മാസം 7-ന് പകരം പരീക്ഷ നടത്താനാണ് സർവകലാശാലയുടെ തീരുമാനം. ഇവരിൽ നിന്ന് ഫീസ് വാങ്ങില്ലെന്ന് സർവകലാശാല പറയുന്നു. എന്നാൽ ഈ പരീക്ഷാ തീയതിയിലും വിദ്യാർത്ഥി സംഘടനകൾക്ക് പ്രതിഷേധമുണ്ട്. ഉത്തരക്കടലാസുകൾ ഒരു അധ്യാപകന്റെ കയ്യിൽ നിന്ന് 71 വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകൾ ഒരു അധ്യാപകന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന നിലയുണ്ടായിട്ടുള്ളൂ. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. പാലക്കാട് ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ സുഹൃത്തിനെതിരെ ആരോപണവുമായി പെൺകുട്ടിയുടെ അച്ഛൻ. സുഹൃത്ത് മകളെ സാമ്പത്തികമായി ചൂഷണം ചെയ്തുവെന്നാണ് പിതാവിന്റെ പരാതി. IB ഉദ്യോഗസ്ഥനായ മലപ്പുറം സ്വദേശിക്കെതിരെയാണ് ആരോപണം. മകളുടെ ഫെബ്രുവരി മാസത്തെ ശമ്പളമടക്കം സുഹൃത്ത് വാങ്ങിയെടുത്തുവെന്നാണ് പരാതി. ഭക്ഷണം കഴിക്കാനുള്ള പണം പോലും മകളുടെ കൈവശമില്ലായിരുന്നു. അന്വേഷണം ആവശ്യപ്പെട്ട് പിതാവ് പേട്ട പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്ന പേട്ട പോലീസ് സ്റ്റേഷനിൽ പിന്നെ ADGP മനോജ് അബ്രാസ് സാറിന് പരാതി കൊടുത്തിട്ടുണ്ട്. FRRO തിരുവനന്തപുരം IBയുടെ ഓഫീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ എവിഡൻസ് ലാപ്ടോപ്പ് നമ്മുടെ കയ്യിലായിരുന്നു. അത് നമ്മുടെ കയ്യിൽ മീൻസ് അവിടെ റൂമിലുണ്ടായിരുന്നു. അത് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്.
പിന്നെ മൊബൈൽ ഓൾറെഡി അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇനി ഫോറൻസിക് ലാബിലേക്ക് അയക്കണമെന്നാണ് അവിടെ നിന്ന് അറിഞ്ഞത്. അപ്പോൾ അതിന് ശേഷം മാത്രമേ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുകയുള്ളൂ. പിന്നെ നമ്മൾ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിച്ചു. അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് പരിശോധിച്ചെന്ന് അവനെ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്തതായിട്ട് കണ്ടു. കിട്ടുന്ന പൈസയൊക്കെ അവനതിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തതായിട്ടാണ് അതിൽ നിന്ന് വെളിവാകുന്നത്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ പോയിട്ട് പല സ്ഥലത്തു നിന്നും ഈ ATM കാർഡ് ഉപയോഗിച്ചും അല്ലാതെ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അംഗൻവാടി ജീവനക്കാരുടെ അനിശ്ചിതകാല സമരം അവസാനിച്ചു. 3 മാസത്തിനകം പ്രശ്നപരിഹാരത്തിന് ഇടപെടൽ നടത്താമെന്ന സർക്കാരിന്റെ ഉറപ്പിന്മേലാണ് അനിശ്ചിതകാല സമരം അവസാനിപ്പിച്ചത്. ഡാൻ കുര്യൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, എന്തെല്ലാം ഉറപ്പാണ് ഇപ്പോൾ സർക്കാർ അംഗൻവാടി ജീവനക്കാർക്ക് നൽകിയിരിക്കുന്നത്? അനിശ്ചിതകാല സമരത്തിന്റെ 13ാം ദിവസമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഈ സമരക്കാരുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത്. വിവിധ ആവശ്യങ്ങൾ, അതായത് അവരെ തൊഴിലാളികളായി ജീവനക്കാരായി അംഗീകരിക്കുക, സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു 13 ദിവസമായി ഈ അനിശ്ചിതകാല സമരം തുടരുന്നത്. രാവിലെ KC വേണുഗോപാലാണ് ഇന്ന് ഈ പ്രതിഷേധ മാർച്ച് ഇവിടെ ഉദ്ഘാടനം ചെയ്തത്. അതിന് പിന്നാലെയാണ് ധനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഉറപ്പ് ലഭിക്കുകയും സമരം അവസാനിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്ത് ഇപ്പോൾ ഈ സംഘടനയുടെ ഭാരവാഹികൾ തന്നെ നമ്മളോടൊപ്പം ചേരുന്നു. 13 ദിവസമായി സമരം തുടരുകയാണ്. മറുവശത്ത് 50 ദിവസത്തിലേക്ക് കടക്കുകയാണ് ആശമാരുടെ സമരം. എന്തുറപ്പിലാണ് നിങ്ങൾ ഈ സമരം അവസാനിപ്പിക്കുന്നത്? നമുക്ക് മെനിങ്ങാന്ന് നമ്മളെ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. അപ്പോഴത്തേക്ക് അതിൽ പറയുന്നത് 3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ എല്ലാ പരിഹാരങ്ങളും കണ്ടെത്തും. ഞങ്ങളത് ഭരണസമിതിയുടെ ഒരു കമ്മീഷനിൽ വെച്ച് തീരുമാനം എടുത്തിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ അത് അറിയിക്കുന്നതാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഈ 90 ദിവസത്തിനുള്ളിൽ നമ്മുടെ പരിഹാരങ്ങൾ കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ 91ാമത്തെ ദിവസം നമ്മൾ അതിശക്തമായിട്ട് തന്നെയാണ് എന്തായാലും നിരാകരണം നമ്മുടെ ഫാമിലിയോട് വന്ന് കിടക്കാനാണ് നമ്മൾ എല്ലാവരും ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് 3 മാസത്തിനകം ഒരു കമ്മീഷനെ നിയോഗിക്കുമെന്നാണ് ഉറപ്പ്, അല്ലേ? അതെ, എല്ലാ പ്രശ്നങ്ങളും അവർ പഠിച്ചിട്ട് നമുക്ക് അനുകൂലമായ നിലപാടെടുക്കാമെന്നാണ് ധനമന്ത്രിയും നമ്മുടെ വകുപ്പ് മന്ത്രിയും ഓൺലൈനായിട്ടാണ് ചർച്ചയിൽ പങ്കെടുത്ത ആ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളത്. അതിൻ പ്രകാരമാണ് നമ്മൾ ഈ സമരം ഇന്നിവിടെ അവസാനിപ്പിക്കുന്നത്. എന്നാൽ 91ാം ദിവസം ഇതിന് നമുക്ക് അനുകൂലമല്ലാത്ത മറുപടിയാണ് കിട്ടില്ലതെങ്കിൽ നമ്മൾ പട്ടിണി സമരത്തിലോട്ട് പോകുമെന്ന് നമ്മൾ സമരസമിതി തീരുമാനിച്ചിട്ടുണ്ട്. ഒരു വശത്ത് ആശമാരുടെ സമരം 50ാം ദിവസത്തിലേക്ക് കടക്കാനിരിക്കുന്നതിനിടയിലാണ് വെറും 13 ദിവസം മാത്രമാകുമ്പോൾ INTUC മുമ്പോട്ട് വെച്ച ആവശ്യങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുഭാവപൂർണമായ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന ഉറപ്പിൽ ഈ സമരം ഇവിടെ അവസാനിക്കുന്നത്. അതേസമയം ആശാ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുകയാണ്. ആശാ സമരത്തോടുള്ള INTUCയുടെ നിലപാട് നാടിന്റെ വികാരത്തിന് എതിരാകരുതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. കൊടിയുടെ നിറം നോക്കിയല്ല, സമരത്തിന്റെ കാരണം നോക്കിയാണ് പിന്തുണയ്ക്കേണ്ടത്. ആശാ വർക്കർമാരുടെ സമരത്തോട് കേന്ദ്രം മാന്യത കാണിക്കണമെന്നും KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. കേരളം സഹായിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കരുനാഗപ്പള്ളിയിലെ കൊട്ടേഷൻ കൊലപാതകത്തിൽ പ്രതികൾക്ക് CPM ബന്ധം. പ്രതി പങ്കജും മുൻ ജില്ലാ കമ്മിറ്റി അംഗവും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്ന് വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ പ്രചരിക്കുന്നുണ്ട്. കൊലപാതകം നടന്ന് 2 ദിവസം പിന്നിട്ടിട്ടും പ്രധാന പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ്. പ്രതികളെ CPM സംരക്ഷിക്കുന്നുവെന്ന ആരോപണം ആദ്യം മുതൽ ഉയർന്നിരുന്നു. അതിനിടെയാണ് പ്രതി പങ്കജ് CPM ജില്ലാ കമ്മിറ്റി അംഗം PK ബാലചന്ദ്രനുമായി അടുത്ത ബന്ധം വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിലടക്കം പ്രചരിക്കുന്നത്. CPM സമ്മേളനകാലത്ത് ഈ ചിത്രം പാർട്ടിക്കുള്ളിൽ വലിയ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു. പാർട്ടി നേതാവിന് പങ്കജുമായുള്ള ബന്ധം അന്വേഷിക്കണമെന്നും അന്ന് ആവശ്യമുയർന്നു. ഇതടക്കമുള്ള പ്രശ്നങ്ങളെ തുടർന്നാണ് ജില്ലാ കമ്മിറ്റി പിരിച്ചുവിട്ടത്. TP വധക്കേസ് പ്രതി കൊടിസുനിക്കൊപ്പമുള്ളതാണ് പ്രതി പങ്കജിന്റെ FB പ്രൊഫൈൽ ചിത്രം. ഓച്ചിറ ചങ്ങൻകുളങ്ങര സ്വദേശിയാണ് പങ്കജ്. പങ്കജ് മുൻ വൈരാഗ്യത്തെ തുടർന്ന് സന്തോഷിനെ കൊല്ലാൻ കൊട്ടേഷൻ നൽകിയെന്നാണ് പോലീസ് പറയുന്നത്. കൊലപാതകത്തിന് കൊട്ടേഷൻ നൽകിയ പങ്കജ് അടക്കം 3 പേരെയാണ് ഇനി പിടികൂടാനുള്ളത്. News 18 കൊല്ലം. കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ കേസിൽ പ്രതികളുമായി ഇന്ന് തെളിവെടുപ്പ് നടത്തും. കോളേജ് വിദ്യാർത്ഥികളായ ആകാശ്, അനുരാജ്, പൂർവ്വ വിദ്യാർത്ഥികളായ ആഷിഖ്, ഷാരിഖ് എന്നിവരെ ഹോസ്റ്റലിൽ എത്തിച്ചായിരിക്കും തെളിവെടുക്കുക. കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ്. പൂർവ്വ വിദ്യാർത്ഥികളായ പ്രതികൾ മറ്റു വിദ്യാർത്ഥികൾക്കും ലഹരി എത്തിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. വിദ്യാർത്ഥിയായ അനുരാജിന്റെ സാമ്പത്തിക ഇടപാടുകളും നിരീക്ഷണത്തിലാണ്. അതേസമയം വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് നൽകുന്ന പെരുമ്പാവൂർ താമസിക്കുന്ന അസം സ്വദേശി റബിൻ മണ്ഡലിനെ വിശദമായി ചോദ്യം ചെയ്യും. മലപ്പുറം കോഴിക്കോട് ജില്ലാ അതിർത്തിയായ കടലുണ്ടിയിൽ വൻ
MDMA വേട്ട 350 ഗ്രാം MDMAയുമായി 2 പേരെ എക്സൈസ് പിടികൂടി. കോഴിക്കോട് സ്വദേശികളായ ലബീബ്, മുഹമ്മദ് അലി എന്നിവരാണ് പിടിയിലായത്. ബംഗളൂരുവിൽ നിന്നും MDMA വിതരണത്തിനായി കൊണ്ടുവരുന്നതിനിടെയാണ് സംഘം എക്സൈസിന്റെ പിടിയിലായത്. കടലുണ്ടിക്കടവിൽ വെച്ച് മറ്റൊരാൾക്ക് കൈമാറാനാണ് സംഘം എത്തിയത്. കൊച്ചിയിൽ കഞ്ചാവുമായി ഇതര സംസ്ഥാനക്കാരൻ പിടിയിലായി. 900 ഗ്രാം കഞ്ചാവാണ് ഒഡീഷ സ്വദേശിയായ കേശവ് സാനുവലിൽ നിന്ന് ഡാൻസാവ് സംഘം പിടിച്ചെടുത്തത്. ആലുവയിൽ നിന്നാണ് ഇയാൾ പിടിയിലായത്. കൊച്ചിയിൽ പോലീസിന് നേരെ വീണ്ടും ആക്രമണം. കടവന്ത്ര പോലീസ് സ്റ്റേഷനിലെ 2 പോലീസുകാർക്ക് പരുക്കേറ്റു. ബംഗാൾ സ്വദേശി തപൻ പിടിയിലായി. ഇന്നലെ രാത്രി വൈറ്റില പാലത്തിന് സമീപമാണ് സംഭവം. മദ്യപിച്ച് ബഹളമുണ്ടാക്കിയ ബംഗാൾ സ്വദേശി തപൻ നാട്ടുകാരെ അസഭ്യം പറയുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് കടവന്ത്ര പോലീസ് സ്ഥലത്തെത്തി. തപനെ പോലീസ് ജീപ്പിൽ കയറ്റുന്നതിനിടെയാണ് CPOമാരായ ഷിബുരാജ്, ലിൻഡോ ഏലിയാസ് എന്നിവരുടെ കയ്യിൽ കടിച്ചത്. മെഡിക്കൽ പരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴും പ്രതി അക്രമാസക്തനായിരുന്നതായി പോലീസ് പറഞ്ഞു. 19-കാരനായ തപന്റെ കയ്യിൽ തിരിച്ചറിയൽ രേഖകളില്ലെന്നും പോലീസ് പറയുന്നു. വൈറ്റില പാലത്തിന് സമീപം താമസിക്കുന്ന പ്രതി കൊച്ചിയിലെത്തിയിട്ട് 3 മാസമായി. കഴിഞ്ഞ ദിവസം അങ്കമാലി അയ്യമ്പുഴയിൽ നേപ്പാൾ സ്വദേശിനി SIയുടെ മൂക്കിടിച്ച് തകർക്കുകയും 4 പോലീസുകാരെ ആക്രമിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് 18 കൊച്ചി. തൊടുപുഴയിലെ കൊട്ടേഷൻ കൊലപാതകത്തിൽ നിർണായക വഴിത്തിരിവ്. പ്രതിപ്പട്ടികയിൽ കൂടുതൽ പേരെ ഉൾപ്പെടുത്തിയേക്കും. ബിജു ജോസഫിന്റെ കൊലപാതകത്തിൽ പ്രതി ജോമോന്റെ കുടുംബത്തിലുള്ളവർക്കും പങ്കുണ്ടെന്നാണ് സൂചന. ബിജു ജോസഫിന്റെ കൊലപാതകം ആസൂത്രിതമെന്ന് ഉറപ്പിക്കുകയാണ് പോലീസ്. കൊലപാതകത്തിൽ മുഖ്യപ്രതി ജോമോന്റെ കുടുംബത്തിന്റെ പങ്കാളിത്തവും പോലീസ് തള്ളിക്കളയുന്നില്ല. കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ഇതുറപ്പിക്കുന്ന തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പിനെത്തിച്ച 2ാം പ്രതി ആഷിഖിൽ നിന്നും പോലീസിന് നിർണായക വിവരങ്ങൾ ലഭിച്ചു. കൊലപാതകത്തിന് മുൻപ് 2ാം പ്രതി ആഷിഖ് ബിജുവിന്റെ വർക്ക്ഷോപ്പിലെത്തിയിരുന്നു. പ്രതിയെ വർക്ക്ഷോപ്പ് തൊഴിലാളികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തട്ടിക്കൊണ്ടുപോയ വാഹനത്തിൽ വെച്ച് ആഷിഖ് ബിജുവിന്റെ തലയിൽ ചവിട്ടി. ബിജു ജോസഫിന്റെ മൃതദേഹം ജോമോന്റെ വീട്ടിലെത്തിച്ചാണ് പ്രതികൾ മരണം സ്ഥിരീകരിച്ചത്. ഈ സമയം ഇവിടെ ഉണ്ടായിരുന്നവരെയും ഇവരുടെ പങ്കിനെക്കുറിച്ചുമാണ് അന്വേഷണം നടക്കുന്നത്. ന്യൂസ് 18 തൊടുപുഴ. തൊടുപുഴയിൽ പോലീസ് SFI സംഘർഷത്തിൽ 7 SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. ഒരാൾ അറസ്റ്റിലായിട്ടുണ്ട്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതുൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. പോലീസ് സ്റ്റേഷൻ ഉപരോധത്തിൽ CPM, DYFI, SFI പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ 3ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥികളുടെ യാത്രയയപ്പുമായി ബന്ധപ്പെട്ടാണ് വിദ്യാർത്ഥികൾ തമ്മിൽ കഴിഞ്ഞ ദിവസം ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയത്. സംഘർഷം നിയന്ത്രിക്കാനായി പോലീസ് സ്ഥലത്തെത്തുകയും സംഘർഷത്തിന് നേതൃത്വം നൽകിയ ഒരു വിദ്യാർത്ഥിയെ പിടികൂടി പോലീസ് വാഹനത്തിൽ കയറ്റുകയും ചെയ്തു. വിദ്യാർത്ഥിയെ കൊണ്ടുപോകുന്നതിനെ എതിർത്ത ഒരു സംഘം SFI പ്രവർത്തകർ ബലം പ്രയോഗിച്ച് ജീപ്പിൽ നിന്നും വിദ്യാർത്ഥിയെ മോചിപ്പിച്ചു. ഇതോടെ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. SI ഉൾപ്പെടെയുള്ള പോലീസുകാർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ സ്ഥലത്തുണ്ടായിരുന്ന SFI പ്രവർത്തകരായ 5 വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്തു. പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതുൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം 7 SFI പ്രവർത്തകർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് SFI, DYFI, CPM പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് രാത്രി സംഘടിച്ചെത്തി. മുദ്രാവാക്യം വിളിച്ചെത്തിയ പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. ഇതോടെയാണ് CPM, DYFI, SFI പ്രവർത്തകർക്കെതിരെയും പോലീസ് കേസെടുത്തത്. 25 പേർക്കെതിരെയാണ് കേസ്. ന്യൂസ് 18 തൊടുപുഴ. ഷൊർണൂർ കുളപ്പുള്ളിയിൽ വീണ്ടും തൊഴിൽ തർക്കം. CITU പ്രവർത്തകർ കയ്യേറ്റം ചെയ്തെന്നാണ് പ്രകാശ് സ്റ്റീൽസ് ആൻഡ് സിമന്റ്സ് ഉടമ പ്രകാശിന്റെ പരാതി. എന്നാൽ കാർഡില്ലാത്ത തൊഴിലാളികളെ ഉപയോഗിച്ച് ലോഡ് കയറ്റുന്നത് തടയുക മാത്രമാണ് ചെയ്തതെന്നാണ് CITUവിന്റെ വിശദീകരണം. കയറ്റിറ കേന്ദ്രം സ്ഥാപിച്ചതിനെതിരെ കഴിഞ്ഞ 10 ദിവസത്തിലധികമായി പ്രകാശ് സ്റ്റീൽസ് ആൻഡ് സിമന്റ്സ് എന്ന സ്ഥാപനത്തിന് മുന്നിൽ കുടിൽകെട്ടി സമരം നടത്തുകയാണ് CITU. വാഹനത്തിൽ കമ്പി കയറ്റുന്നതിനിടെ ഇന്ന് രാവിലെയാണ് കയ്യേറ്റമുണ്ടായത്. പ്രകാശ് സ്റ്റീൽസിലെ തൊഴിലാളികൾ കമ്പി കയറ്റുന്നത് തടഞ്ഞ CITU ഉടമ പ്രകാശിനെ കയ്യേറ്റം ചെയ്തു. ദൃശ്യങ്ങൾ പിന്നീട് പ്രകാശ് തന്നെ പുറത്തുവിട്ടു. ഞാൻ എൻ്റെ സ്റ്റാഫും കൂടി അവിടെ ചെന്നപ്പോൾ എൻ്റെ സ്ത്രീകളായ സ്റ്റാഫ് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അവരെന്നെ തെറി പറഞ്ഞു, എന്നെ പിടിച്ച് തള്ളി, എന്നെ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല, എല്ലാം അടിച്ചു പൊളിക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് കമൻ്റ് ഉണ്ടായിരുന്നത്. പിന്നെ സ്ത്രീകളെ വേണ്ടാത്ത ഒരുപാട് തെറികൾ പറഞ്ഞവർ. കാർഡുള്ള ജീവനക്കാർ കയറ്റിറക്ക് ചെയ്യണമെന്നാണ് ലേബർ ഓഫീസർ വിളിച്ച യോഗ തീരുമാനമെന്നാണ് CITUവിന്റെ പ്രതികരണം. അത് പാലിക്കാൻ തയ്യാറാകുന്നതിന് പകരം ലേബർ കാർഡില്ലാത്തവരെ കൊണ്ട് കയറ്റിറക്ക് ചെയ്യിക്കുന്നുവെന്നും CITU ആരോപിക്കുന്നു. കഴിഞ്ഞ ദിവസം ക്ഷേമ ബോർഡിൻ്റെ
ഓഫീസിൽ വെച്ച് അനുരഞ്ജന ചർച്ച ഉണ്ടായിരുന്നു. അതിൽ DLOയും അതുപോലെ തന്നെ KM പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 26A ചട്ടമനുസരിച്ച് കാർഡ് കിട്ടിയ തൊഴിലാളികൾ മാത്രമാണ് ഈ സ്ഥാപനത്തിൽ കയറ്റിറക്ക് നടത്തേണ്ടതുള്ളൂ എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3 മാസം മുൻപായിരുന്നു കയറ്റിറക്കി യന്ത്രം സ്ഥാപനത്തിലെത്തിച്ചത്. യന്ത്രം കൊണ്ടുവന്നതോടെ തൊഴിൽ നഷ്ടമുണ്ടാകുമെന്നാണ് CITUവിന്റെ ആശങ്ക. ചർച്ചയിൽ 2 പേർക്കേ തൊഴിൽ നൽകാൻ കഴിയുമെന്ന് ഉടമ അറിയിച്ചെങ്കിലും 4 പേർക്കെങ്കിലും തൊഴിൽ നൽകണമെന്ന നിലപാടായിരുന്നു CITUവിന്. അപ്പോഴേക്കും വിഷയത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് ഉടമ നേടുകയായിരുന്നു. എന്നാൽ 2 പേർക്കെങ്കിലും തൊഴിൽ നൽകാതെ യന്ത്രം പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കില്ലെന്നാണ് CITUവിന്റെ നിലപാട്. ന്യൂസ് 18 പട്ടാമ്പി. പത്തനംതിട്ടയിൽ CPM നേതാവ് ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ കേസ് വേണ്ടെന്ന് നാരങ്ങാനം വില്ലേജ് ഓഫീസർ ജോസഫ് ജോർജ്. സംഭവം വിവാദമായതോടെയാണ് കേസ് വേണ്ടെന്ന് വില്ലേജ് ഓഫീസർ പോലീസിനെ അറിയിച്ചത്. വീട്ടിലെത്തിയാണ് ഇന്ന് പോലീസ് ജോസഫ് ജോർജിന്റെ മൊഴിയെടുത്തത്. നിലവിൽ അവധിയിൽ പ്രവേശിച്ചിരിക്കുന്ന ജോസഫ് ജോർജ് സ്ഥലം മാറ്റത്തിനും അപേക്ഷ നൽകിയിട്ടുണ്ട്. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ ഇന്ന് കുറ്റപത്രം നൽകും. കേസിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യ മാത്രമാണ് പ്രതി. ദിവ്യയുടെ പ്രസംഗം ADM ജീവനെടുക്കാൻ കാരണമായതായി കുറ്റപത്രത്തിൽ പറയുന്നു. സുമേഷ് മോറാട് ചേരുന്നു വിവരങ്ങളുമായി. സുമേഷ്, എന്തെല്ലാമാണ് കുറ്റപത്രത്തിലെ മറ്റ് പരാമർശങ്ങൾ? മഞ്ജുഷ്, ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് അല്പസമയത്തിനകം കുറ്റപത്രം സമർപ്പിക്കും. കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് മുമ്പാകെയാണ്. ഏകദേശം 3 മണിയോടുകൂടി കുറ്റപത്രം സമർപ്പിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യം 1 മണിയോടുകൂടി കുറ്റപത്രം സമർപ്പിക്കും എന്ന് അറിയിച്ചിരുന്നെങ്കിലും എന്നാൽ അത് 3 മണിയിലേക്ക് പോലീസ് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഏകദേശം 2:30-3 മണിയോടുകൂടി കുറ്റപത്രം സമർപ്പിക്കും. കണ്ണൂർ റേഞ്ച് DIG യതീഷ് ചന്ദ്രയുടെ കീഴിലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആണ് കുറ്റപത്രം തയ്യാറാക്കിയിട്ടുള്ളത്. ഈ കുറ്റപത്രത്തിൽ 456 പേജോളമുള്ള കുറ്റപത്രം ആണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കുറ്റപത്രത്തിൽ പൂർണ്ണമായും EP ദിവ്യയെ മാത്രം പ്രതി ചേർത്തുകൊണ്ടുള്ള കുറ്റപത്രമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ADM നവീൻ ബാബുവിന്റെ മരണത്തിനിടയാക്കിയ ആൾ EP ദിവ്യ മാത്രമാണ് എന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. വിവാദ പരാമർശം, അതായത് യാത്രയപ്പ് ചടങ്ങിലുണ്ടായ വിവാദ പരാമർശമാണ് ഈ നവീൻ ബാബുവിന്റെ മരണത്തിനിടയാക്കിയത്. അത് EP ദിവ്യ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്, അതായത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പോലെയുള്ള ഒരു പ്രസിഡന്റ് പോലുള്ള ഒരാളുടെ ഭാഗത്തുനിന്ന് വരാൻ പാടില്ലാത്ത പരാമർശമായിരുന്നു ആ യാത്രയപ്പ് ചടങ്ങിലുണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ വിവാദ പരാമർശം നവീൻ ബാബുവിന് ഏറെ പ്രയാസമുണ്ടാക്കി, വേദനയുണ്ടാക്കി. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ നവീൻ ബാബു ആത്മഹത്യ ചെയ്തതെന്നുള്ള കണ്ടെത്തലാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള കുറ്റപത്രമാണ് അല്പസമയത്തിനകം കോടതിയിൽ സമർപ്പിക്കുക. ശരി, സുമേഷാണ് വിവരങ്ങൾ നൽകിയത്. PP ദിവ്യക്കെതിരായ കുറ്റപത്രം അല്പസമയത്തിനകം പോലീസ് കോടതിയിൽ നൽകും. മ്യാൻമറിലുണ്ടായ വൻ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം കൂടുകയാണ്. 1000-ലധികം പേർ മരിച്ചതായും 2000-ലധികം പേർക്ക് പരിക്കേറ്റതായുമാണ് റിപ്പോർട്ട്. ഓപ്പറേഷൻ ബ്രഹ്മ എന്ന പേരിൽ 15 ടൺ ദുരിതാശ്വാസ വസ്തുക്കൾ എത്തിച്ച ഇന്ത്യ ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ പങ്കാളിയായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഷംന ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഷംന, ഭൂകമ്പത്തിന്റെ തീവ്രത വളരെ കൂടുതലായിരുന്നു. ഇപ്പോൾ എത്രത്തോളം മരണമുണ്ടായിട്ടുണ്ട് എന്നാണ് ഔദ്യോഗിക വിശദീകരണം? മഞ്ജുഷ, മരണത്തിന്റെ നിരക്ക് ഓരോ മണിക്കൂറിലും കൂടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ 1000-ലധികം പേർ മരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ 2000-ലധികം പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഒപ്പം ഈ വലിയ കെട്ടിടങ്ങളൊക്കെ തകർന്നു വീണ് അതിനടിയിൽ കുടുങ്ങിയവരുടെ എണ്ണം അത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു കൃത്യമായ കണക്ക് ലഭിച്ചിട്ടില്ല. എന്തായാലും അത് വലിയ രീതിയിലുള്ള കൂടുതലായിരിക്കും ആ കണക്ക് എന്നതാണ് ഇപ്പോൾ ഔദ്യോഗികമായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ആ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ്. കാരണം വലിയ രീതിയിലുള്ള ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ വൈദ്യുതി തടസ്സപ്പെട്ടും മറ്റ് കാരണങ്ങൾ കൊണ്ടൊക്കെ ഈ രക്ഷാപ്രവർത്തനം ഏറെ ദുഷ്കരമായി തുടരുകയാണ്. ഇതുകൊണ്ട് തന്നെ ഈ മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും അവിടെ മ്യാൻമാറിൽ ഇപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ലോകരാജ്യങ്ങളുടെ സഹായം കൂടി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇന്ത്യ 15 ടൺ അവശ്യ വസ്തുക്കളാണ് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. വിമാനം അവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ചൈന അടക്കം വിവിധ രാജ്യങ്ങൾ കൂടി ഈ രക്ഷാപ്രവർത്തനത്തിലും അതുപോലെ ഈ മ്യാൻമാറിന് സഹായവുമായി എത്തുന്നു എന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. എന്തായാലും മരണസംഖ്യ ഉയരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ. മഞ്ജുഷ്, ശരി. ഭൂചലനമുണ്ടാക്കിയ നടുക്കം വിട്ടുമാറിയിട്ടില്ലെന്ന് അവതാരക പാർവതി കൃഷ്ണൻ ന്യൂസ് 18നോട് പറഞ്ഞു. സംഭവ സമയത്ത് ബാങ്കോക്കിലായിരുന്നു പാർവതി.
എനിക്ക് എന്തെങ്കിലും ചെറിയൊരു തലകറക്കം പോലെ ഫീൽ ചെയ്തു. അപ്പൊ ഞാൻ എന്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരോട് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അവരും പറഞ്ഞു അവർക്കും തോന്നി തുടങ്ങിയത്. അപ്പോഴാണ് പറയുന്നത് ഭൂമികുലുക്കായിരിക്കുന്നത്. അപ്പോഴത്തേക്കും ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ ക്രാക്ക് വീഴുന്നത് നമ്മൾ കാണുന്നു. ആളുകൾ ഈ നമ്മൾ ഹോളിവുഡ് സിനിമയിലൊക്കെ കാണുന്ന പോലെ പാനിക്കായിട്ട് ഓടുന്നു, അലച്ചൂവി കരഞ്ഞു നിലവിളിച്ച് ഓടുന്നു. നമ്മളും കൂടെ ഓടുന്നു. അപ്പോഴത്തേക്ക് അടുത്ത സൈഡിൽ നിന്ന് ക്രാക്ക് വീഴുന്നു, നമ്മൾ അവിടുന്ന് ഓടുന്നു. ആ ഒരു മരണം മുന്നിൽ കണ്ട സമയമായിരുന്നു. അപ്പത്തേനും ഞാൻ വീട്ടിലെല്ലാം വിളിച്ചു. വീട്ടിൽ എനിക്ക് അറിയില്ല ഞാൻ തിരിച്ചു വരുമെന്നുള്ള രീതിയിലായിരുന്നു ഞാൻ സംസാരിച്ചിരുന്നതൊക്കെ. നമ്മൾ നല്ലപോലെ ഷെയ്ക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും അവിടുത്തെ ഓരോ സാധനങ്ങൾ ചെറുതായിട്ട് ഇങ്ങനെ താഴെ വീഴുന്നു. എന്റെ കാലിടയ്ക്ക് സ്റ്റക്ക് ആവുന്നു. കൂട്ടത്തോടെ, അതായത് എല്ലാവരും പാനിക്കായിട്ട് ഓടുന്നതിനിടയ്ക്ക് നമ്മൾ അവിടെ വീഴുന്നുണ്ട്, ഒരുപാട് പേര് വീഴുന്നുണ്ട്. അവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് വരിക എന്നൊരു കാര്യം മാത്രമായിരുന്നു ഇന്നലെ തന്നെ കിട്ടിയ വണ്ടിക്ക്. കാരണം വീട്ടിലെത്തുക എന്നൊരു കാര്യം മാത്രമായിരുന്നു നമ്മുടെ മുന്നിൽ പിന്നുണ്ടായിരുന്നത്. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം ഭവ്യ പാർവതി ചേരും.